മേഴ്സി കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ കാണിക്കുന്നത് പുഴുങ്ങിയ കപ്പയും വെറൈറ്റി ചമ്മന്തിയുമാണ്. അതിന് വേണ്ടതായ ചേരുവകൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ 2 കിലോ കപ്പ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പച്ചക്കപ്പ 3 ഇഞ്ച് നീളത്തിൽ വെട്ടിയെടുത്തിട്ട് അത് പൊളിച്ച് നന്നായി കഴുകി 2ആയി പിളർത്തിയെടുത്തത്. കൂടാതെ വയലറ്റ് കളറിൻ്റെ വഴുതനങ്ങ ഒരെണ്ണം മീഡിയം സൈസ്, 4 പച്ചമുളക്, ഒരു ചെറുനെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി, പാകത്തിന് ഉപ്പ്. അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി അതിനായി ഒരു കലം ഞാനിവിടെ എടുത്തിരിക്കുകയാണ്. അതിലേക്ക് കഴുകി തയ്യാറാക്കി വെച്ചതായ കപ്പ ഇട്ടിട്ടുണ്ട്. കപ്പയ്ക്ക് മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ ഞാൻ ഇവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം അതിലേക്ക് 2 പച്ച ഈർക്കരി എടുത്തിട്ട് നന്നായി ക്ലീൻ ചെയ്ത് അത് കത്തിരിക്ക 2ആയി മുറിച്ച് ഒരു മുറി അതിലേക്ക് കോർക്കുക. അടുത്ത 4 പച്ചമുളക് കോർത്ത് വയ്ക്കുക. വീണ്ടും പകുതി കത്തിരിക്ക എടുത്ത് അതിൽ കോർത്ത് വെച്ച് നമുക്ക് ഈ കത്തിരിക്ക കോർത്തത് ഈ കപ്പയുടെ മുകളിലേക്ക് ഇറക്കി കപ്പയ്ക്കുള്ളിലേക്ക് താഴ്ത്തി വെക്കണം. കപ്പ വെന്ത് വരുന്ന സമയം വരെ നമുക്ക് കലം അടച്ച് മൂടി വയ്ക്കാം. ഇത് രണ്ടും ഒരുമിച്ച് വെക്കുന്നത് കൊണ്ട് കപ്പ വെന്ത് കിട്ടുന്ന സമയത്ത് തന്നെ കത്തിരിക്കയും നമുക്ക് വെന്ത് കിട്ടും. ഇപ്പോൾ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്, കത്തിരിക്കയും വെന്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കിയ ശേഷം കത്തിരിക്കയും പച്ചമുളകും നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് കപ്പ ഊറ്റിയെടുക്കാം. അടുത്തതായി ചമ്മന്തി തയ്യാറാക്കേണ്ടതിന് മിക്സിയുടെ ജാറിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നതായ കത്തിരിക്കയും പച്ചമുളകും പുളിയും ഉപ്പും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഈ അരച്ച ചമ്മന്തി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഈ ജാറിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം 1 ഗ്ലാസ് ഒഴിച്ച് നന്നായി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ചമ്മന്തിയിലേക്ക് നമുക്ക് ആവശ്യാനുസരണം, നമുക്ക് ഒത്തിരി കുറുക്കം വേണ്ടാത്തവർക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് ചെറുതായിട്ടൊന്ന് ലയിപ്പിച്ച് ലൂസാക്കി എടുക്കാം. ഇവിടെ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്ക് പുഴുങ്ങി വെച്ചതായ കപ്പയും ചേർത്ത് കഴിക്കാം. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചില്ലി സോസിൻ്റെ അതേ ടേസ്റ്റാണ്. നിങ്ങൾക്കും താല്പര്യമെങ്കിൽ ചെയ്തു നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.